1978 കാലത്തേക്കുള്ളൊരു ചെറിയൊരു ഓർമ്മത്തിലായി ചന്ദ്രൻ്റെ ഈ കവിത. മാത്രമല്ല ചന്ദ്രൻ ഈ ഗ്രൂപ്പിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം കൂടിയാണ്. അദ്ദേഹം ആശംസ പറഞ്ഞതിന് വളരെ നന്ദി. ഇനി നമുക്ക് ആശംസ പറയുന്നത് ഈ ഗ്രൂപ്പിലെ അണി പാനലിൽ അംഗമായ ജിഷാംസുദ്ദീനെ ആശംസ ചെയ്തു. ശേഷം 6 കൊല്ലത്തിന് ശേഷം ഇങ്ങനൊരു കണ്ടുമുട്ടലുണ്ടാവുന്നു. 78 കാലത്ത് നമ്മൾ തിരിഞ്ഞു പോകുമ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അക്കാലത്ത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇന്ത്യൻ മൊബൈൽ ഫോൺ, ലാൻഡ് ഫോൺ അല്ലാത്തൊരു കാലഘട്ടം. പരസ്പരം പിന്നീട് ഒരിക്കൽ കാണാം എന്ന് കരുതിയിട്ടല്ല അന്ന് പിരിഞ്ഞത്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ പിരിയുന്ന കാലത്ത് പലരും കരഞ്ഞിറങ്ങിയ കണ്ണുകളോട് കൂടി കൊടുത്ത് പോയത്. മിക്കവാറും പെൺകുട്ടികളായിരുന്നു. അവർക്കുള്ള പെട്ടെന്ന് കരച്ചിൽ വരും. ഞാനൊക്കെ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അന്ന് സങ്കടം വന്നിരുന്ന ചില പെൺകുട്ടികളെ പേരത്തിൽ മനസ്സിലിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ നമ്മളെ ടെക്നോളജി വളരെ വികസിച്ച് നമുക്കിപ്പോൾ കണ്ട് സംസാരിക്കാം. കടലുകൾക്ക് അപ്പുറത്ത് അമേരിക്കയിൽ ഏതാണ്ട് തന്നെ എത്രയെന്നൊക്കെ പറഞ്ഞ പോലെ അമേരിക്കയിലുള്ളവരെ പോലും നമുക്ക് കണ്ട് സംസാരിക്കുന്ന കാലത്തിലേക്ക് നമ്മൾ വളർന്നു എന്നുള്ളത്. അങ്ങനെ വളർന്ന് സംസാരിക്കാനും നമുക്കൊരു അവസരം കിട്ടി. ഇനിയും ഒരു പക്ഷേ സാങ്കേതിക വിദ്യ ഒരുപാട് ഉയരും. നമ്മളൊക്കെ ഒരു പക്ഷേ നമ്മുടെ മക്കളുടെ കാലത്തേക്ക് ഇതിലും വലിയ നിലയിലായിരിക്കും സാങ്കേതിക വിദ്യ ഉയരും. എന്തായാലും ഈ നിലവിലുള്ള സാങ്കേതിക വിദ്യ വളരെ കാര്യക്ഷമമായി നടപ്പിലാക്കി ഇത്തരത്തിൽ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മളൊക്കെ ആഡ് ചെയ്ത് അതിനുവേണ്ടി പിന്നിൽ പ്രവർത്തിച്ച പ്രിയപ്പെട്ടവർ ആരും പേര് പറയുന്നില്ല. ഒരാൾ പേര് പറഞ്ഞാൽ മറ്റാൾ പേര് ചിലപ്പോൾ പറയാൻ കിട്ടുമോ, അപ്പോൾ അവർക്കൊരു പരിഭവം പടക്കമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെയും നമ്മളൊക്കെ അതിൽ ആഡ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾക്കായി നമ്മളെ കാര്യമായി തന്നെ പേഴ്സണലായിട്ട് വിളിച്ച് നിങ്ങൾ വരണം. ഓരോരുത്തരെയും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കാം. പിന്നെ നമ്മളുടെ ഈ പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ സംഘാടക സമിതിയിലേക്ക് എന്നെ ഓപ്റ്റ് ചെയ്തത്. നമ്മൾ സത്യത്തിൽ ശൂന്യതയെന്നാണ് ഈ പരിപാടികളൊക്കെ തുടങ്ങി ഇന്നിപ്പോൾ നമ്മൾ ശാന്ത ടീച്ചർ വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ഞാനും ചന്ദനും കൂടിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മൾ ടീച്ചറെ തന്നെ കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ റംലാനാണെങ്കിൽ റംലാനെ നമുക്ക് ടീച്ചറാക്കാറുള്ളത്. PSM മാഷ് അന്ന് നമുക്ക് ഫിസിക്സ് പഠിപ്പിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല. പക്ഷെ ഇന്ന് റംല പഠിപ്പിച്ചപ്പോൾ വളരെ ഈസി ആയിട്ട് പഠിച്ചതൊക്കെ നമുക്ക് ഓർമ്മ പോകുന്നത്. ഞങ്ങൾ റംലാക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഒരുപാട് ദീപിക്കുന്നില്ല. നമ്മളോട് ആദ്യം തന്നെ കൂടുതൽ പറഞ്ഞിട്ട് 5 മിനിറ്റാണ് നമുക്ക് അനുവദിക്കുന്നത്. 5 മിനിറ്റ് കൂടുതൽ എടുക്കരുത്, കൈ പിടിച്ച് വലിക്കാനൊന്നും പറ്റില്ല, അതുകൊണ്ട് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും നമുക്ക് ഇത്തരത്തിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ രജിസ്റ്ററിൽ നിങ്ങളുടെ ടെലിഫോൺ നമ്പർ വീണ്ടും ചോദിച്ചിട്ടുള്ളത്. ആ നമ്പറിൽ തന്നെ ആയിരിക്കും ബന്ധപ്പെടുക. നമ്പർ മാറുകയാണെങ്കിൽ നിങ്ങൾ നമ്മളേക്ക് അറിയിക്കണം. അടുത്ത കൂട്ടായ്മ അത് 2025 26 നമുക്ക് പറയാൻ കഴിയില്ല. കൂടുതൽ പ്രവാസികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവാസികൾക്ക് വേണ്ടി നമുക്ക് നമ്മൾ 2ാമത് ഷോ കാണിച്ചതും കൂടുതൽ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂടുതൽ പ്രവാസികൾ നാട്ടിലുള്ള സമയത്തായിരിക്കും ആ പരിപാടി നടക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ നന്നായി കുടുംബാംഗങ്ങളെ പങ്കെടുപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്താൻ കഴിയട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവിധ നല്ല വാക്കുകളും നൽകുന്നു. ക്ഷണിക്കുന്നു. ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം നമ്മളോട് ആശംസിക്കുന്നു. നമസ്കാരം. പ്രിയ സഹപാഠി സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വളരെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിവിടെ ഇതുപോലെ പല ക്ലാസ്സുകളായി ഒരുമിച്ച് ജീവിച്ചിരുന്നവരാണ്. നമ്മളൊരു ദിവസത്തിൻ്റെ ഏറ്റവും കൂടുതൽ സമയം ഇവിടെ ചെലവാക്കി പല നിലക്കും കണ്ടും സംസാരിച്ചും മറ്റുള്ള നിലക്കൊക്കെ നല്ല ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് കുറേ പഠിക്കുന്നവരും കുറേ പഠിക്കാത്തവരൊക്കെ ആയിട്ട് അങ്ങനെ പോയിരുന്നതാണ്. ഇന്നിപ്പോൾ ഇവിടെ അഹമ്മദ് മൊയ്തീൻ പറഞ്ഞതുപോലെ ക്ലാസ് തുടങ്ങിയ പുറത്താണ് കുറേ കുട്ടികൾ, അതിൽ ഞാനടക്കം. അങ്ങനെ
ഉണ്ട്. അന്ന് ഞങ്ങൾ 10th പഠിക്കുമ്പോൾ 10th ഈയിലാണ് ഒപ്പം മാഷാണ് ക്ലാസ് മാഷ്. ഞങ്ങൾ ശരിക്കും സത്യത്തിൽ പ്രസൻ്റൊന്നും കൊടുക്കണ്ട, മാഷ് കണ്ടാൽ പറയുന്നത് പ്രസൻ്റൊക്കെ ആയിട്ടുണ്ട് അന്ന് ഗോൾ പ്രൊമോഷൻ ഏതായാലും ആ വക ഒരു പ്രശ്നമല്ല. അപ്പോൾ അങ്ങനെ 10 വരെ എത്തി. 10ൽ ഞങ്ങൾ ഇതേമാതിരി മാവൂരിന് ഞാനും അഹമ്മദ് എന്നും ഡെയിലി ഒരുമിച്ച് അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് തരാം സ്കൂളിൽ പോകും. ഇന്നിപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തത്. ഇന്ന് ഞാൻ അവിടെ സ്കൂളിലേക്ക് എത്തിയത്. അപ്പോൾ വരുന്ന വഴിക്ക് എന്നോട് ചോദിച്ചു ഒരു എക്സാം അടക്കണം, SSLC പരീക്ഷയുടെ എക്സാം അടക്കണം. അപ്പോൾ അന്ന് എന്നോട് മമ്മൂട്ടി ചോദിച്ച് ഇതെന്താണ് ഞങ്ങൾക്ക് വിഷയം എന്ന് വെച്ച് എക്സാമിൻ്റെ. അപ്പം ഞാൻ ചോദിച്ചു എന്തൊക്കെ എക്സാം ആയിട്ട് അതുപോലെ എനിക്ക് ഇന്നത്തെ അറിയില്ലേ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു അത് വളരെ മോശമായി, എന്തായാലും ഞാൻ പറയില്ല, എനിക്കും പറയാൻ ഇഷ്ടമല്ല, എനിക്ക് അന്ന് എന്താണെന്ന് എനിക്കും അറിയില്ല. ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു എന്തായാലും ജയിക്കില്ല. പിന്നെ പേപ്പർ ഒരു ഐഡിയ നമുക്ക് ഇഷ്ടമുള്ള ഇത് അങ്ങനെ നമുക്ക് പഠിക്കുന്നത്. അപ്പോൾ അതിൽ കറക്റ്റ് ഞങ്ങളുടെ ക്ലാസ്സിൽ 10th വളരെ പഠിച്ച 2 കുട്ടികളാണ് മെയിനായിട്ടുണ്ടായിരുന്നത്. ഒന്നിപ്പോൾ ഇവിടെ ഉണ്ട്, ഇവിടെ മുഹമ്മദ്, ഒന്നവരെ അനിയ അബ്ദുള്ള. അത് മോമൂട്ടി വരെ 2 ഇടയിലിരിക്കുക. ഇവരെ 2 ഇടയിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കി എഴുതാന്നുള്ള സംവിധാനത്തിൽ. അപ്പോൾ അവർക്ക് ജയിക്കുന്നുള്ള വളരെ ഉറപ്പായിരുന്നു. അപ്പോൾ എന്നോട് പറയും ഞാൻ തോൽക്കുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞ് റിസൾട്ട് വന്ന് നോക്കുമ്പോൾ എന്ത് പറ്റിച്ചാൽ ഇവർ എഴുതിയെന്ന് നോക്കി എഴുതിയതിൽ 2 വിട്ടിട്ടാണ് മോമൂട്ടി എഴുതി തുടങ്ങിയത്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരത്തിന് മോമൂട്ടി എഴുതുന്ന 3ാമത്തെ ഉത്തരമാണ്. പിന്നെ അവിടുന്ന് മുന്നേ 4 ഉത്തരങ്ങൾ വന്നപ്പോൾ ഇവർ 2 ഞങ്ങൾ ക്ലാസ്സിൽ 2 മാത്രമേ പാസ്സായുള്ളൂ. മുഹമ്മദ് അബ്ദുൽ പാസ്സായി. അതിനാ അബ്ദുള്ള ഇപ്പോൾ റാസൽ കൈമേലാണ്. മുഹമ്മദ് ഇവിടെ പ്രിൻസിപ്പാളൊക്കെ ആയിരുന്നു, കടിക്കാട് സ്കൂളിൽ പ്രിൻസിപ്പാളൊക്കെ ആയിരുന്നു. അങ്ങനെ അവരുണ്ടാവും ഞങ്ങളുടെ ക്ലാസ്സിൽ പാസ്സായത്. പക്ഷെ ഞാനും പോയിട്ട് ഇതു എല്ലാ നിലക്കും ഞങ്ങൾ അന്ന് മുതൽ സ്കൂൾ ആ ജീവിതം മുതൽ ഇന്നേ വരെ എല്ലാ വിഷയത്തിലും നമ്മളിപ്പോൾ തമ്മിൽ എനിക്ക് ഒരുമിച്ചുള്ള കല്യാണമായാലും അതുപോലെ മരണമായാലും ഒക്കെ ഒരുമിച്ച് ഒന്നും അതുപോലെ ചെയ്ത് അതുപോലത്തെ എപ്പോഴും കണ്ടുമുട്ടാവുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇതിലുണ്ട്. വനിതകളിലായാലും ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ അവരുടെ പുരുഷന്മാരിൽ ഒരുപാട് ആൾക്കാർ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട്. അതായത് സ്കൂൾ ജീവിതം കഴിഞ്ഞിട്ട് തീരെ കാണാത്തവരും ഒരുപാട് ഇതിലുണ്ട്. ഇന്നാണ് ഇപ്പം എൻ്റെ കാണുന്നത്. പിന്നെ നമ്മൾ ചന്ദനത്തോടെ അവതരിപ്പിച്ച് അവരന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു പദ്യം ചെല്ലുക, അതുപോലെ ചെല്ലി. പക്ഷെ ഞങ്ങൾ വന്ന് 10th പഠിക്കുമ്പോൾ ഒരു നാടകം അവതരിപ്പിച്ചിരുന്നു. പക്ഷെ അതിപ്പോൾ അവതരിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അന്ന് ഞങ്ങൾ 4 ആളാണ് ആ നാടകത്തിലുണ്ടായത്. ഞാനും അഹമ്മദ് മൊയ്തീനും ഈ സുരേഷ് കൂടെ ഉണ്ട്, വേറൊരു സുരേഷും ഉണ്ടായിരുന്നു. പക്ഷെ ആ സുരേഷ് ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ബഹ്റൈനിൽ വെച്ചിട്ട് ഒരു കൺസ്ട്രക്ഷൻ വർക്കിൽ ആക്സിഡൻറ്റ് പറ്റി മേലെന്ന് താഴത്തേക്ക് ബിൽഡിങ്ങിൻ്റെ താഴത്തേക്ക് വീണ് 5 or 6 ദിവസം ആരും അറിഞ്ഞില്ല. അങ്ങനെ താഴ്ത്തി കിടന്ന് അവനെ പിന്നീട് ആരൊക്കെ കണ്ടിട്ടാണ് അത് ഒരു 50-52 ദിവസം കഴിഞ്ഞിട്ടാണ് ആ ശവം മയ്യത്തിലൂടെ എത്തിച്ചത്. അത്രയും അന്നത്തെ കാലത്തിൽ അത്ര പെട്ടെന്ന് വരാറില്ല. അപ്പോൾ അന്ന് ആ സുരേഷ് ഞങ്ങൾ അഭിനയിച്ച നാടകത്തിന് ഈ സ്കൂളിൽ അന്ന് ഏറ്റവും ഫസ്റ്റ് നാടകം അതായിരുന്നു. ഫസ്റ്റ് ആക്ട് എന്നുള്ള നിലയ്ക്ക് എനിക്കാണ് അന്ന് കിട്ടിയത്. പിന്നെ എല്ലാവർക്കും സമ്മാനം പോലത്തൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അന്ന് പക്ഷേ ഇവിടെ ഇപ്പോൾ എന്തോ ഒറ്റയ്ക്കല്ലാത്ത കാരണം നമുക്കിപ്പോൾ അഭിനയിക്കാനൊന്നും ഇപ്പോൾ പറ്റാത്ത സാഹചര്യം. അങ്ങനെയുള്ള ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ. പക്ഷെ എന്തായാലും ഇതിന് മുന്നിട്ടിറങ്ങിയ നമ്മളെ ചേച്ചു, പിന്നെ ഇൻഡേഷൻ ഗൗരി, അതോടൊപ്പം ചന്ദ്ര അപ്പം അന്ന് കണ്ടതിന് സ്വന്തം കാണുന്നതേ. അപ്പോൾ മൊത്തത്തിൽ ഇതിനെ ഊർജ്ജമാക്കാൻ വേണ്ടിയിട്ട് പിന്നെ രംഗത്ത് വന്ന് ചന്ദ്രൻ, ഗഫൂർ, അവർ പിന്നെ പെട്ടെന്ന് എല്ലാവരും അതിൽ സഹകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. പക്ഷെ അതിലും കൂടുതൽ ഇതിൽ ചേർന്ന എല്ലാ ആൾക്കാരും ചേർന്നതിന് ശേഷം വളരെ സജീവമായിരുന്നു. കാരണം എല്ലാവരും ഇത് എന്നോ വരേണ്ടതാണ് എന്നുള്ളൊരു അർത്ഥം വെച്ചിട്ടാണ് എല്ലാവരും ഇതിൽ അത്രയും സന്തോഷത്തിലും ഇതിൽ എത്രയും പെട്ടെന്ന് പങ്കെടുക്കണം, എന്തെത്ര ദിവസം നീണ്ടുപോയി എന്നുള്ളത്. ഇപ്പോൾ കാരണം ഇപ്പോൾ പേരമക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ അതിൻ്റെ മുമ്പേ ആവശ്യമായിരുന്നു എന്ന് തോന്നുന്ന മാതിരിയാണ്. അതാണ് ഇപ്പോൾ ഒത്തിരി ആൾക്കാരോട് വന്നത്. കാരണം എല്ലാവരും ഇത് പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഒരു സംരംഭം. പക്ഷെ ആരും മുന്നിട്ട് ഇറങ്ങിയിരുന്നില്ല. അപ്പം എന്തായാലും ഇറങ്ങിയവർക്ക് അതിൻ്റെ ഒരു അഭിനന്ദനം ആദ്യം അറിയിക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഇത് നിലനിർത്തി പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കൊന്നും ഇവിടെ പിരിഞ്ഞു പോയാലും ഇതിനെ നിലനിർത്തുന്ന മാതിരിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണമെന്നും അതോടൊപ്പം തന്നെ മറ്റുള്ള പരിപാടികൾ അതുപോലെ ഫാമിലികളായിട്ട്
മറ്റു ഫാമിലി ആയിട്ട് കൂടാവുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് മുൻകൂട്ടി തയ്യാറാക്കിയിട്ട് ഒരു ദിവസമൊക്കെ ഫുള്ളായിട്ട് നിലനിൽക്കുന്ന മാതിരിയുള്ള പരിപാടികളും ആസൂത്രണം അതിനൊക്കെ സമയമില്ല. സമയമുള്ളത് കാരണം നമുക്ക് അറേഞ്ച് ചെയ്യാനുള്ള സമയമുള്ളത് കാരണം അങ്ങനെ പരിപാടി ഇത് ഇന്നത്തോട് കൂടിയിട്ട് ഇത് അവസാനിപ്പിക്കാതെ ഇത് നിലനിർത്തി കൊണ്ടുപോകുന്ന ഒരു ഈ കമ്മിറ്റി ഉണ്ടാവണം. നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പാടില്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട് 5 കൂടുതൽ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മകൾ പറയുന്നുണ്ട്, ഒരുപാട് പറയാം. പക്ഷെ എനിക്ക് ചാൻസ് ഉണ്ടായിരിക്കുമല്ല ഉണ്ടാവും. ദൈവം തരുകയാണെങ്കിൽ നമുക്ക് വീണ്ടും മറ്റുള്ള അവസരത്തിൽ സംസാരിക്കാനും മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൽ പങ്കെടുത്ത സജീവമായിട്ട് എല്ലാവരും, കാരണം ആരാരെ വിളിച്ചുകൊണ്ടിരുന്ന ആവശ്യം വന്നില്ല, എല്ലാവരും രംഗത്തേക്ക് വിളിച്ചേക്ക് വരും. എന്നാലും ഞാൻ തന്നെ ഒരുപാട് ആൾക്കാരെ വിളിച്ചിരുന്നു, പക്ഷെ എല്ലാവരും വരാൻ അവർ തയ്യാറായിട്ടിട്ടാണ്, വിളിക്കാണ്ട് തന്നെ വരാൻ തയ്യാറായിട്ടിട്ട്. പക്ഷെ എന്തായാലും പങ്കെടുക്കുന്നെന്ന് പറയുന്നത് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഈ നിലനിർത്തണം മാത്രം എന്തൊരു എല്ലാവരും സജീവമായിട്ട് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും, അതോടൊപ്പം തന്നെ ഇത് സംഘടിപ്പിക്കാൻ തയ്യാറായി വന്ന ഇതിൻ്റെ കമ്മിറ്റി ഭാരകൾ, ഇതിൻ്റെ എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയിക്കും. അക്ബർ വളരെ ഹാസ്യമായിട്ട് പഴയകാല അനുഭവങ്ങൾ പങ്കുവച്ചു. പിന്നെ കൂടുതൽ കുടുംബാംഗങ്ങളോടുത്ത് ഒരു സംഗമം നടത്താനായിട്ട് ഇൻഷാല്ലാ ദൈവാനുഗ്രഹിച്ചെങ്കിൽ നമുക്ക് പിന്നീട് നടത്താൻ അറിയിക്കാം. എന്തായാലും അക്ബറിന് വളരെ നന്ദി. ഇനി അടുത്തതായിട്ട് ആശംസ അറിയിക്കുന്നതിന് നമ്മുടെ ദേവനെ ക്ഷണിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ 1978 ബാച്ചിൽ നിന്ന് അന്നത്തെ 10ാം ക്ലാസ് കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ നമ്മൾ വീണ്ടും ഇവിടെ ഒത്തുചേർന്നിട്ട് ഇങ്ങനെ ഒരു സംഗമം സംഘടിപ്പിക്കുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ ഇവിടുന്ന് പടിയിറങ്ങി പോയത്. പക്ഷേ ഞാനൊരു 2 വർഷം മുന്നേ തന്നെ ഞാൻ ബീനയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ബീന എന്നോടും പറഞ്ഞു, നമ്മൾ മാത്രം 10ാം ക്ലാസ് ഗ്രൂപ്പില്ല അല്ലേ, നമുക്കിതൊരു ഗ്രൂപ്പ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്നും ഞങ്ങളുടെ അംഗൻവാടിയിലെ മീറ്റിംഗ് കൂടി കഴിഞ്ഞ് ചെല്ലുമ്പോൾ ബീന എന്നോട് സംസാരിക്കാറുണ്ട്. ഞാനും ബീനോടും പറയാറുണ്ട്, നമുക്ക് മാത്രം 40-45 കൊല്ലമായിട്ട് നമുക്ക് ഗ്രൂപ്പില്ല, എല്ലാവർക്കും ഗ്രൂപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പം കുറേ വയസ്സായില്ലടി, ഇനിയിപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞ് ബീന എന്നോട്. അതല്ല, നമുക്ക് ശ്രമിച്ചു നോക്കിയാൽ നടക്കാത്തതൊന്നുമില്ല എന്ന് ഞാൻ ബീനോട് പറഞ്ഞു. അങ്ങനെ എവിടുന്ന നമ്പറൊക്കെ കിട്ടുക എന്ന് വിചാരിച്ചു. പക്ഷെ ഈ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്പർ നമുക്ക് ഓരോ ദിവസം ഓരോരുത്തരെ വിളിച്ചിട്ട് നമ്മൾ അതിൻ്റെ മൂർധന്യത്തിലെത്തിയിട്ട് നമ്മൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഇവിടെ ഇരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഇതിൽ പരിശ്രമിച്ച ഷംസു നന്നായി പരിശ്രമിച്ചിട്ടുണ്ട്. ഇതിന് ബീനുണ്ട്, റാബിയുണ്ട്, മുംതാസുണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. പിന്നെ കൂടുതൽ സംസാരിക്കാൻ നമുക്ക് നേരമില്ല. ഇങ്ങനെ കളിക്കുകയും പാടൊക്കെ വേണ്ട നമുക്ക്. അപ്പൊ കളിക്കണം, പാടണം അല്ലേ. പഴയ കാലങ്ങൾ ഓർത്തിട്ട് ആ ഒരു ചെറിയ കുട്ടികളായിട്ടാണ് നമ്മളിപ്പോ ഇവിടെ ഈ 46 വർഷങ്ങൾക്ക് ശേഷം വന്നിട്ടുള്ളത്. അപ്പൊ ആ ചെറിയ കുട്ടികളുടെ പ്രായത്തിൽ നമ്മൾ എന്താണോ ഈ വന്നേരിയ ഈ സ്കൂളിന്റെ മുറ്റത്ത് കളിച്ചിരുന്ന ആ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒത്തുകൂടിയതിലും ഇങ്ങനെ ഒരു സംഘടിപ്പിച്ചതിലും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.